ലാലേട്ടാ കേൾക്കാമോ? എനിക്ക് ഓഡിയോ ഇല്ലല്ലോ. ഓഡിയോ അല്ലേ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ലാലേട്ടാ സോറി, എനിക്ക് ഫസ്റ്റ് ആ ഷോയ്ക്ക് വരാൻ പറ്റിയില്ല. എനിക്കറിയാം. How are you? എങ്ങനെയുണ്ട്? How is your back? കുഴപ്പമില്ല. ഞാൻ ഇത്ര നേരം ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെഡ് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പതുക്കെ ഒന്ന് എഴുന്നേറ്റിരുന്നു. വൈകിട്ട് ഒന്ന് വരണം അതിയായ ആഗ്രഹമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ജിത്തു. ഞാൻ സിനിമ കണ്ടു. ഞാൻ അഭിനയിച്ച സിനിമയാണ് കാണുമ്പോഴാണല്ലോ അതിന്റെ ഇമ്പാക്ട് ആൻഡ് ദ ഹോൾ. തീർച്ചയായിട്ടും ലാലേട്ടാ, ഞാൻ ലാലേട്ടനോട് താങ്ക്സ് പറയാണ്. എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ. ഹലോ ഇതാരാണ്? അല്ല, അതിന്റെ ഏറ്റവും വലിയ കാര്യം അതായത് ഈ സിനിമ കണ്ട ആൾക്കാരും എല്ലാവരും ഈ സിനിമ അത്രയും മനസ്സുകൊണ്ട് അത് എന്താ പറയണ്ട സ്വീകരിച്ചിരിക്കുന്നു. എനിക്കൊരു ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ പ്രസന്റ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു. അതിന് ജിത്തുവിന്റെ അടുത്ത് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അയ്യോ അങ്ങനെയൊന്നും പറയില്ല. അതെ, സിനിമ സോ ഗുഡ്. നമ്മുടെ പെടപ്പ് കൊച്ചു എസ്തറല്ലേ? എങ്ങനെയുണ്ട് കണ്ടിട്ട് സിനിമ കണ്ടിട്ട്? ഞാൻ നോക്കിയപ്പോ കരഞ്ഞു എന്റെ അടുത്ത് വന്നിരുന്ന്. ഗുഡ്. ഇല്ലില്ല, നമ്മുടെ ഡയറക്ടർക്ക് വരാൻ പറ്റിയില്ല. നമ്മൾ താങ്ക് ചെയ്യാണ് ഇത്ര നല്ലൊരു സിനിമ നമുക്ക് തന്നതിന്. ഡെഫിനറ്റ്ലി യെസ്. ഞാൻ അങ്ങോട്ടല്ലേ താങ്ക്സ് പറയേണ്ടത്. എന്റെ കൂടെ അതുപോലെ സപ്പോർട്ടീവായിട്ട് നിന്നു. നമ്മൾ പിന്നെ ഇതൊരു കൂട്ടായ പ്രയത്നമല്ലേ. എല്ലാവരെയും ഒത്തിരി ടെക്നീഷ്യൻസ്, ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ്, ഓഫ് കോഴ്സ് പ്രൊഡ്യൂസർ, അങ്ങനെ ഇതൊരു ഇറ്റ്സ് എ ടീം വർക്ക്. സോ ഇറ്റ്സ് എ സക്സസ് ഓഫ് ദ ടീം വർക്ക്. എന്താണ് എസ്റ്റർ എന്താ പറയാനുള്ളത് സിനിമ കണ്ടിട്ട്? അങ്കിൾ ഒത്തിരി സന്തോഷം. ഞാൻ അവസാനമായപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. പിന്നെ അങ്കിളുടെ ഫാൻസിന്റെ ഒക്കെ കൂടെ അല്ലേ കണ്ടതും. പിന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം വാച്ചിങ് ഇറ്റ് വിത്ത് യു ഓൾസോ. മീനാന്റി എല്ലാവരും ഉണ്ടായിരുന്നില്ല, ജിത്തു അങ്കിൾ ഉണ്ടായിരുന്നില്ല, പറഞ്ഞു അലൻസിബ ചേച്ചി ഉണ്ടായിരുന്നില്ല. അതൊരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു. ഇറ്റ് വാസ് എ ഫസ്റ്റ് ടൈം. അപ്പൊ അതുകൊണ്ടും പിന്നെ എന്താ പറയാ, ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. അപ്പം അത് ആ പ്രതീക്ഷകൾ മീറ്റ് ചെയ്തു, ഡെലിവർ ചെയ്തു എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമില്ല. അത് ലൈക്ക് യു സെഡ്, ജിത്തു അങ്കിൾ ഹാസ് എ ബിഗ് പാർട്ട് ഇൻ ഇറ്റ്, ലാലൻസ് മീനാന്റി എല്ലാവരും ഉണ്ട്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൊമെന്റ്. എനിക്ക് അത്രയും തീർച്ചയായിട്ടും. കാരണം ഇത് ഫസ്റ്റും സെക്കൻഡും പോലെ അല്ല, ഇത് തേർഡ് ടോട്ടലി വേറെ ഇതാണെന്ന് നമ്മൾ പറഞ്ഞപ്പോ അതിനെ മനസ്സിലാക്കി രണ്ട് കൈയ്യോട്ടും സ്വീകരിച്ച പ്രബുദ്ധരായ പ്രേക്ഷകരോടാണ് ഞാൻ ഏറ്റവും വലിയ കടപ്പാടും നന്ദി അറിയിക്കുന്നത്. എന്താണ്? അതെ, എനിക്കും ഇത് ഫസ്റ്റ് ടൈം ആണ് ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഓൾ ലൈക്ക് എ സെലിബ്രേഷൻ. നിങ്ങളുടെ ഈ ബർത്ത്ഡേ സമയത്ത് വാച്ചിങ് ദൃശ്യം 3 നിങ്ങളോടൊപ്പം പിന്നെ ഓഡിയൻസോടൊപ്പം ചേർന്ന് കാണുന്നത് വളരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഓഡിയൻസ് റിയാക്ഷൻ വാസ് ഫെന്റാസ്റ്റിക്. എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്തായാലും നമ്മള് ദൃശ്യം 3 എന്ന് പറയുമ്പോൾ എന്ത് നമ്മള് പ്രൊമോഷൻസിൽ പറഞ്ഞാലും അവർക്ക് എന്തായാലും എക്സ്പെക്ടേഷൻസ് കൂടുതൽ ഉണ്ടാവല്ലേ. സോ അത് നമ്മൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമോ, അത് നമ്മൾ കൊടുത്തത് അവർ എങ്ങനെ സ്വീകരിക്കുന്നു, അതൊക്കെ കാണുമ്പോൾ അത് കുറച്ച് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് സോ ഹാപ്പി ടുഡേ മോർണിംഗ് ആഫ്റ്റർ സീയിങ് ഓൾ ദി റിയാക്ഷൻസ് ഫ്രം ദി ഓഡിയൻസ്. വളരെ നന്നായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. And all over the world, ഒരുപാട് പേര് they call me from എന്താണ് US അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് സ്ഥലത്ത് പോയി ഷോയും. സാർ, ഇന്നലെ ഞാൻ കുമാർ മംഗത്ത് സാർ സംസാരിച്ചപ്പോഴാണ് 67 കൺട്രീസ്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദി സിനിമ പോലും അത്രയും സ്ഥലങ്ങളിൽ ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. സോ 67 കൺട്രീസിലുണ്ടെന്ന് പറഞ്ഞു. അതെ. ഇനി നമ്മുടെ ഒരു മകളും കൂടെ ഉള്ളത് വന്നിട്ടില്ലല്ലേ, അൻസിബ വന്നില്ല. I missed you today, Jitu, in the theaters. എനിക്കും പറഞ്ഞത് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായി പോയി. അതെ, ഞാൻ പറഞ്ഞു, ഞാൻ ജിത്തുവിനോട് പറഞ്ഞു നന്നായി, ജിത്തുവിന് കണ്ണ് കിട്ടാതിരിക്കാൻ ദൈവം കൊടുത്ത. ക്രിയേറ്റഡ് എന്താ പറയുന്ന ഒരു വലിയ ലെഗസിയാണ് അല്ലേ, ഒരു ക്രിയേറ്റഡ് ഹിസ്റ്ററി. അതായത് സാധാരണ ഇത്തരം 1, 2, 3 എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഒരു എക്സ്പെക്ടേഷനും അവർ അതിന്റെ മുകളിൽ വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അത് ആന്റണിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കണം. കാര്യം ആന്റണി വാസ് വെരി കീൻ അബൌട്ട് ദിസ് ഫിലിം. ആൻഡ് ആന്റണിയുടെ ഒരു എന്താ പറയണ്ട ഒരു കൺവിക്ഷൻ, ഒരു പ്രാർത്ഥനയും ഈ സിനിമയുടെ പറയലുണ്ട്. വളരെ എന്നെ എത്രയും പുഷ് ചെയ്ത്, എന്നെ എത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് ആന്റണി. അതേ പറഞ്ഞ തുടക്കത്തിൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. അൻസിബ എവിടെ പോയി? അൻസിബ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു, ഔട്ട് ഓഫ് കൺട്രി ആണെന്ന് തോന്നുന്നു അല്ലേ? ആണോ, എനിക്കറിയില്ല. ബട്ട് എനിവേ, അതായത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടെ നമ്മുടെ ഓഡിയൻസിനോട് താങ്ക്സ് പറയാം. കാര്യം എന്നെ പല സ്ഥലത്തു നിന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ അവർക്കൊക്കെ അതിന്റെ ഒരു ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്നത് അവർക്കത് എന്താ പറയണ്ടേ. ഇപ്പൊ എന്റെ കൂടെ എന്റെ വൈഫൊക്കെ കണ്ടു, അവർക്കൊന്നും അറിയില്ല ഞാനിപ്പോ ആരെ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ സിനിമയിൽ, ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പറയണ ഇങ്ങനെ. ഞാൻ എവരിബഡി ഹാസ് ഡൺ. സിദ്ദിഖ് ആയാലും മുരളി ഗോപി ആയാലും ഒക്കെ സൂപ്പർ. പലരുടെ പേര് ഞാൻ പറയുന്നില്ല, കാര്യം സിനിമ കാണാൻ പോകുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് സിനിമ റിലീസ് ആയാലും നമ്മുടെ ഇതിനൊരു സീക്രസി കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആദ്യമായിട്ടായിരിക്കും. അതിനകത്ത് പ്രേക്ഷകരോട് നന്ദി പറഞ്ഞു. കാരണം ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ അവരും വളരെ ഇതായിട്ട് അവരെ സ്പോയിലർ ഒന്നും അറിയിക്കാതെ അവരത് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഒരു നല്ല സിനിമ വരുമ്പോൾ അത് നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടു. നിങ്ങൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, യു വാച്ച് ഇൻ ദ തിയേറ്റേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ എന്റെ അമ്മയ്ക്ക് പോലും പറഞ്ഞില്ല ഈ കഥ എന്താ, ക്യാരക്ടർ എന്താ, എങ്ങനെ ഇത് പോകുന്നത്. എന്റെ അമ്മക്ക് വളരെ വളരെ ടെൻഷൻ ആയിട്ട് പിന്നെ ലാലേട്ടനോട് തന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, അമ്മ മോള് പറയുന്നേ ഇല്ല എന്താണിത്. ലാലേട്ടനും എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ ഇന്ന് റിലീസ് ആയിട്ട് ആക്ച്വലി ഐ ഹാവ് എ ഷോ ഇൻ ചെന്നൈ. അവിടെ എന്റെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഒരു ഷോ ഇടണം പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് സൺഡേ ഇടാന്ന് പറഞ്ഞു. പക്ഷെ അമ്മക്ക് ഷി വാസ് ലൈക് സോ ഇൻടു എനിക്ക് ഇതുവരെ വെയിറ്റ് ചെയ്തിട്ട് ഇന്നും പറ്റില്ല, ഞാൻ പോകുന്നുണ്ട്, ഞാൻ 12 o'clock ഷോക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഷി വെന്റ് ഫോർ ദ ഷോ ആൻഡ് ഷി വാസ് സോ ഹാപ്പി, ഷി വാസ് സോ എക്സൈറ്റഡ്. കെസ്റ്റന്റെ പേരൻസ് ഒക്കെ എന്താ അവർ കണ്ടിട്ട്? അവര് അമ്മയൊക്കെ എനിക്ക് പറഞ്ഞ സീറ്റിൽ ഇങ്ങനെ ചാടിയായിരുന്നു ഞാൻ നോക്കുമ്പോ. അവരൊക്കെ അങ്ങനെ സിനിമ ആസ്വദിക്കുന്ന ആളുകളാണ്. അപ്പൊ ഫോർ ദം ഇറ്റ് വാസ് എ പെർഫെക്റ്റ് എന്താ പറയാ എക്സ്പീരിയൻസ്. എല്ലാ ഇമോഷൻസും ഫീൽ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു. സോ അതാണ് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഒരിക്കൽ കൂടെ കാണാൻ സാധ്യതയുള്ള സിനിമയായിരിക്കും. ഒന്നോ രണ്ടോ ചില സിനിമ എനിക്കിപ്പോ നമ്മൾ അഭിനയിച്ച സിനിമ എനിക്ക് ഒന്നുകൂടെ ആ സിനിമ കാണുന്നുണ്ട്. കാര്യം ഒരുപാട് മൊമെന്റ്സ് ഉള്ള സിനിമയാണ്. ഒരു എന്താ പറയണ്ട ഒരു ഇമോഷണൽ ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും ഇപ്പൊ നിങ്ങൾ പറയാറ് എല്ലാവരും ഇത് ഒരു ത്രില്ലർ സ്വഭാവമുള്ള അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ദിസ് ഇസ് ഹൈലി ഇമോഷണൽ ഒരു ഡ്രാമയാണ്. ഇതിനകത്ത് എനിക്കിപ്പോ ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്. പറയാറുണ്ട് ഭയങ്കര അവരെല്ലാവരും അവിടേക്ക് ന്യൂസിലൻഡിൽ നിന്നൊക്കെ എന്നെ വിളിച്ചു, ന്യൂസിലൻഡിൽ നിന്നൊക്കെ എന്നെ വീഡിയോ കോൾ വിളിച്ചു, ഭയങ്കര എക്സൈറ്റ്മെന്റിൽ എന്നെ വിളിച്ചു. എന്നിട്ട് അവര് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടേക്ക്, അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആരാണ് പോണെന്ന് പറഞ്ഞ എസ്തറ? I'm going that Anthony uncle will be joining. അപ്പൊ thank you. എവിടെ പോകണം? Thank you മോളു. സിംഗപ്പൂരാ? ഈ ബോക്സിൽ നിന്ന് പോകും. എവിടെ പോകണം? Anthony uncle will be joining. I will take join at a time I feel. Okay. Okay uncle. Anthony ഉണ്ടോ? Now Anthony is joining. Yeah. Anthony. ഹലോ. ആന്റണിക്കും കൂടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാം അല്ലേ? ഞാൻ വലിയൊരു താങ്ക്സ് പറയണം. സീരിയസ്ലി ആന്റണി അത്ര സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്തില്ലായിരുന്നു. ഒരുപക്ഷെ ഫസ്റ്റില് മീന ഉണ്ടാവാതെ പോയല്ലേ? ആദ്യത്തെ സിനിമയിൽ ഇല്ലാന്ന് പറഞ്ഞ ആളാണ്. അതെ അല്ലെ, ഈ സിനിമകൾ സംഭവിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഹാപ്പനിങ് ആണ്. ഒരുപാട് ബ്ലെസ്സിങ് വേണം ഒരു സിനിമ ഭയങ്കര സക്സസ്ഫുൾ ആവാൻ. അത് എല്ലാവരുടെയും, നമ്മളെ അഭിനയിക്കുന്നവര്, പ്രവർത്തിക്കുന്നവര്, ഇത് കാണുന്നവര്, ഓഡിയൻസിന്റെയും കൂടെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സിനിമ സക്സസ്ഫുൾ ആവും. അപ്പൊ നമുക്ക് ഈ സിനിമയ്ക്ക് അതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും. തീർച്ചയായിട്ടും. ആന്റണി എനിക്ക് തോന്നുന്നു ആന്റണി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആന്റണി നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മീന ഇപ്പൊ എറണാകുളത്താണോ ഇപ്പം? അതെ ഈ സിനിമ ആന്റണി കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷം, അതിയായ സന്തോഷം എല്ലാവരോടും. ലാൽ സാർ, മീന മാം, നമ്മുടെ പ്രേക്ഷകരോടാണ് ആ സന്തോഷം പറയേണ്ടത്. നമ്മുടെ താങ്ക്സ് പറയേണ്ട പ്രേക്ഷകരോടാണ്. അല്ലേ, അവരത്രയും വെയിറ്റ് ചെയ്തിരുന്ന വലിയൊരു സെലിബ്രേഷൻ ആക്കി മാറ്റിയില്ലേ. പിന്നെ ഈ ഒരു ബർത്ത്ഡേക്ക് നമുക്ക് കൊടുക്കാൻ വലിയൊരു ഗിഫ്റ്റ് ഇനി ഒരിക്കലും ഇത് ചിലപ്പോൾ സംഭവിക്കാൻ പോലും സാധ്യത ഉണ്ടാകാത്ത കാര്യം. ആന്റണിയുടെ ഐഡിയ ആയിരുന്നു അത്. ഐഡിയ ഭയങ്കര ഇത് കറക്റ്റ് ഡേറ്റ് കണ്ടുപിടിക്കുകയും അത് കറക്റ്റ് ആയിട്ട് അത് വ്യാഴാഴ്ച ആയാലും ഇത് റിലീസ് ചെയ്യാനും പറ്റുള്ളൂ. വ്യാഴാഴ്ച ആണല്ലോ. അപ്പൊ ഒരു ഈശ്വരന്റെ അനുഗ്രഹമുള്ള ഒരു സിനിമയായിട്ട് മാറി. എന്താണ് ആന്റണി പറയാനുള്ള സിനിമയെ പറ്റി? സിനിമ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ജനം ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നല്ലോ. അപ്പൊ അവരുടെ മനസ്സിനകത്ത് ഒരുപാട് ഐഡിയാസും അവരുടെ ആഗ്രഹങ്ങളൊക്കെ വെച്ചാണ് സിനിമ കാണാൻ വന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടി വന്നപ്പോ അവര് ചിന്തിക്കുന്ന ഒരു രീതിയിലല്ല ഈ സിനിമ യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അവരെ വളരെയധികം സന്തോഷിപ്പിച്ചു. അതാണ് ഈ ലോകമെമ്പാടും എന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ലാൽ സാറിന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരെന്നെ വിളിച്ചിരുന്നു. അതായത് അടുത്ത സമയങ്ങളിലൊന്നും ഇത്രയും സന്തോഷകരമായിട്ട് ഒരു സിനിമ കണ്ട് ഇത്രയും സന്തോഷമായി എന്നോട് സംസാരിച്ചൊരു കാര്യം എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നില്ല. ഞാൻ വലിയ താങ്ക്സ് പറയാം നമ്മുടെ ജിത്തുവിന്റെ അടുത്തും മീനയുടെ അടുത്തും ഒക്കെ. അല്ല സാർ, ഇത് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കല്ല, ആദ്യം ആന്റണിക്ക് ഞാൻ താങ്ക്സ് പറയണം. ബിക്കോസ് ഐ വുഡ് ഡെഫിനറ്റ്ലി മിസ്ഡ് ഓൾ ദിസ്. ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞ ഒരു കാര്യം. താങ്ക് യു ആന്റണി. അയ്യോ, ഇത് ഈ സിനിമ തുടങ്ങുന്ന സമയത്തും ഇപ്പോഴും എല്ലാ കാലത്തും ഫാമിലിയായി എന്ന് പറയുന്നത് തന്നെ, ഇതിൽ സഹകരിക്കുന്ന എല്ലാവരും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ ഈ ദൃശ്യത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് ആ തുടങ്ങുന്ന സമയം മുതൽ ഈ റിലീസ് വരെ എല്ലാവരും ഒരു കുടുംബത്തിലുള്ളവരെ പോലെയാണ് ആ സമയം മുതൽ ഈ 3-ാം ഭാഗത്തിലും വന്നിരിക്കുന്നത്. അപ്പൊ ദൈവമായിട്ട് ദൈവം അതിനകത്ത് ഒരു ഭാഗ്യം തന്നത്, ഇതുപോലുള്ള വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതലായി വീണ്ടും അടുത്ത ഭാഗത്തിനെ കുറിച്ച് ചിന്തിക്കാനും അത് ചെയ്യാനും അതിനെ ബാക്കിൽ നിന്ന് ജിത്തുവിനൊക്കെ ഒന്ന് പുഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എനർജി കിട്ടുന്നു ഇതുപോലത്തെ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ. അത് ഒരു പ്രത്യേകത. അപ്പൊ അത് ലാൽ സാർ പറഞ്ഞ മാതിരി അത് ഈ പ്രേക്ഷകരോടാണ് ഇതിനെ ഇത്രയും വലിയ വിജയമാക്കി മാറ്റി അവരോട് ആണ് എന്നും നന്ദിയും കടപ്പാടും. അതുപോലെ ജിത്തുവിനും അതുപോലെ ഇനി അടുത്ത ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഞാൻ സമാധാനമായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലേ? അല്ല ജിത്തു, ഈ സിനിമയിൽ ഒരു പ്രത്യേകത, ഈ സിനിമ ഇതിക്ക് മുമ്പ് 2 ഭാഗം വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും അടുത്ത ഭാഗം ഉണ്ടാകുമോ എന്ന് പ്രേക്ഷകർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതേസമയത്ത് ഈ 3-ാം ഭാഗം കണ്ടു കഴിയുന്ന പ്രേക്ഷകർ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് ഇത് 4-ാം ഭാഗം ഉണ്ടെന്നാണ്.
അത് അത് ഒരു പ്രത്യേകതയും കൂടി ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകത്വം തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ജോലി കുറവാണ്. നമുക്കാണ് ജോലി. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ബാക്കി നമുക്കിനിയും പിന്നെന്താ, ഈ കണ്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ പോയി സിനിമ കാണേണ്ട സമയമാണ് ഈ സമയം. അതെ അതെ അതെ, അവരെല്ലാം പോയി സിനിമ കാണട്ടെ. ഓക്കെ, താങ്ക് യു മീന. ലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദി പറയുന്നു, അവർക്കൊക്കെ ബൈ പറയുന്നു. താങ്ക് യു ലാൽ സോ മച്ച് ഫോർ സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇന്ന് ലാൽ സാറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്, കേക്ക് മുറിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരോട് സാറ് ഒരു വാക്ക് പറയണം, കാരണം അത് വെയിറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതെ, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, ഈ സിനിമ വലിയൊരു സെലിബ്രേഷൻ ആക്കി മാറ്റുന്നവരെ, എന്റെ പെരുന്നാൾ ദിവസം എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തൊക്കെ ഒരുപാട് പേര് ലാൽ കെയർ ആയാലും അല്ലെങ്കിൽ അല്ലാത്തവരും ഇവിടെയുള്ള ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ദിവസത്തിന്റെ പ്രത്യേകത വെച്ചിട്ട് ഞാൻ അവരോടൊക്കെ ഒരു വലിയൊരു നന്ദി പറയുന്നു. ഒരുപാട് സ്നേഹം, പ്രാർത്ഥന അവരോടൊക്കെ കടപ്പാടുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ ഈ സിനിമ ഫീൽഡിൽ നിർത്തുന്നതിന്, ഇതുപോലെ നല്ല നല്ല സിനിമകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതിന്, സഹായിക്കുന്നതിന്. അത് അങ്ങനെ ഇനിയും വലിയ സിനിമകൾ സംഭവിക്കട്ടെ. എല്ലാ സിനിമകളും നന്നായി ഓടട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.